ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം കൊല്ലം കേരളപുരത്തെ വീട്ടിലെത്തിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് വീട്ടിലെത്തിച്ചത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പോസ്റ്റ്മോർട്ടം നടപടികൾക്കെല്ലാം ഒടുവിൽ വിഭജികയുടെ മൃതദേഹം അല്പസമയം മുൻപ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കേരളപുരത്തെ വീട്ടിലേക്ക് വിഭജിയുടെ മൃതദേഹം കൊണ്ടുവന്നത്. അതായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി, അതായത് 12:45 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകിയത്. രാവിലെ തന്നെ കൊല്ലം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയിരുന്നു. ഈ പ്രതിയായ നിതീഷിനെ നാട്ടിലെത്തിച്ച് നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെയൊക്കെ ആവശ്യം. ഇതിന് സർക്കാരും കോൺസുലേറ്റും സമ്മർദ്ദം ചെലുത്തണമെന്നും ഈ വിഭജികയുടെ സഹോദരൻ വിനോദ് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വിഭജികയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും സർക്കാർ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും ഒക്കെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഒക്കെ ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും അല്പസമയം മുമ്പ് വീട്ടിലേക്ക് വിഭജികയുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നടക്കും. നിരവധി പേരാണ് നാട്ടുകാരുൾപ്പെടെ മൃതദേഹത്തിന് അരികിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടത്തുക. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ മാസം 7-ാം തീയതിയാണ് ഈ അൽ നഹ്ദയിലെ താമസ സ്ഥലത്ത്, ഷാർജയിലെ തന്നെ ഈ താമസ സ്ഥലത്ത് വിഭജികയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ജീവൻ ഒടുക്കിയെന്നതാണ് പ്രാഥമികമായും ലഭിച്ചിട്ടുള്ള ഒരു പോലീസിന്റെ അടക്കം പ്രാഥമിക നിഗമനം. ഭർത്താവ് നിതീഷിനെയും കുടുംബാംഗങ്ങളെയും കൊടിയ പീഡനം സഹിക്കവയ്യാതെയാണ് വിഭജിക ജീവനൊടുക്കിയതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇതിൽ ഭർത്താവിനെയും ഭർത്താവിന്റെ സഹോദരിയെയും ഭർത്താവിന്റെ അച്ഛനെയും ഒക്കെ പ്രതി ചേർത്ത് പോലീസ് കേസുമെടുത്തിരുന്നു. എന്തായാലും ഈ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ശരീരത്തിൽ ചില ചതവുകൾ ഉണ്ടെന്നും പ്രതിയെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും ഒക്കെ ശാസ്താംകോട്ട ഡിവൈഎസ്പി ഇന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹമാണ് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. എന്തായാലും ഈ വിഭജികയുടെ മരണം അത് നാടിനെ തന്നെ ഞെട്ടിച്ചിരുന്നു. വിഭജികയുടെ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഭർത്താവ് നിതീഷ് വലിയ രീതിയിൽ വിഭജികയെ മാനസികമായും അതോടൊപ്പം തന്നെ ശാരീരികമായും ഉപദ്രവിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ കുടുംബവും വിഭജികയെ മാനസികമായി ഉപദ്രവിച്ചിരുന്നു. ഇതൊക്കെ തന്നെ വിഭജികയുടെ അമ്മ ശൈലജ അടക്കം ഈ പരാതിയും നൽകിയിരുന്നു. എന്തായാലും മൃതദേഹം വിട്ടുകിട്ടാൻ ഏറെ നാളത്തെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മൃതദേഹം എത്തിയിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. വിഭജികയുടെ മകളുടെ സംസ്കാര ചടങ്ങുകൾ ഷാർജയിലാണ് നടത്തിയത്. അതിൽ തന്നെ നിതീഷ് അവിടെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. അച്ഛനും കൂടെ അവകാശപ്പെട്ടതാണ് കുട്ടി എന്നുള്ള നിലയിലാണ് അവിടെ അങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. എന്തായാലും വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ച് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ പൂർത്തിയാക്കുമ്പോൾ ഈ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്.